ഈ കണ്ടളയാ മാളെ വിളി. വെൽക്കം യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. അമ്മ യാമിക്കുട്ടി. മാമനകൾക്കപ്പുറം പാടാനായിട്ട് ഒരു ഫോറിൻ ഗേളോ? I'm not a foreign lady. Meenuti, introduce me. ആക്സന്റ് ഒക്കെ ആണല്ലോ. അതെ, മീനുജി ഇൻട്രൊഡ്യൂസ് മീ. ഇതുണ്ടല്ലോ ഈ ഫോറിൻ ലേഡി എന്ന് പറഞ്ഞ കുറെ നാൾക്ക് മുന്നേ കേരളത്തിൽ വന്നാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിട്ട്. ആണോ? പക്ഷെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് പുള്ളിക്കാരത്തി ഇവിടെ അങ്ങ് നിന്നുപോയി. അങ്ങനെ നിന്നതാണ് ഇപ്പം ഈ ലേഡി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് പാട്ടുകൾ കേൾക്കാൻ. മലയാളം പഠിച്ചോ? ഫോറിൻ കുറച്ച് Yeah. അങ്ങനെ ഞാൻ മലയാളം പഠിച്ചു. നല്ല പോലെ പഠിച്ചോ? ഗ്രീൻ വാട്ടർ പോലെ ഞാൻ മലയാളം സംസാരിക്കും. ഗ്രീൻ വാട്ടറാ? I mean പച്ചവെള്ളം. പച്ചവെള്ളം What's your name, madam? What's your name, madam? മീനുട്ടി വിളിച്ചത് കേട്ടില്ലേ ഉണ്ണിക്കാറ്റ്? Yeah, Miss Adi. That's my name, man. മീനുട്ടി. Yes, ma'am. Meet my കുന്നച്ച and my family. Okay, how are you? കൊച്ചച്ചൻ വന്നു കൊച്ചച്ചൻ. ആഹാ ആഹ്ലാദം വന്നു കൊച്ചച്ചൻ. ഹോ കൊച്ചച്ചൻ. എങ്ങനെയുണ്ട് മാം? സൂപ്പർ ആയിട്ടുണ്ട്. സ്ലാഗ് ഒക്കെ പോയി, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് യാമി മാഡത്തിന്റെ പാട്ടൊന്ന് കേട്ടല്ലോ. പാട്ട് പാടുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാരും അങ്ങോട്ട് നോക്കൂ. അവിടെ എന്താണ്? ആ കാണുന്നതാണ് പച്ച പരവതാനി വിരിച്ച നമ്മുടെ നാട്. ആഹാ. മാമലകൾക്ക് പുറത്ത് മരതക പട്ടുടുത്ത് കിടക്കുന്ന നമ്മുടെ കേരളം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ കഥയല്ല, പാട്ടല്ലേ പാടാൻ പോകുന്നത്. സോറി, എനിക്ക് മാറിപ്പോയതാ. വേണമെങ്കിൽ കഥ പറയണോ? മീനുടാ, എന്തോ യാമി മാമിന്റെ സംസാരം കേട്ടിട്ടെ എന്തോ ഒരു വശപ്പിശൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ടല്ലേ? ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്കും എവിടെയോ അങ്ങനെ തോന്നിട്ടോ. ഒരു എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന സ്ഥിതിക്ക് കഥ പറയട്ടെ? വേണ്ട പാട്ട് പാടാം നമുക്ക്, പാട്ട് അല്ലേ? പാടാം. പാട്ട് പാടിയാ മതി. മാഡം പാട്ട് പാടിയാ മതി. ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. മാടും തൊടികളും കലകളിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. കാടും തൊടികളും കലകളിലാവത്ത് കൈകൊട്ടിക്കളിക്കുന്ന നാടുണ്ട്. കായലും പുഴകളും കതിരണി വയലിന് സുഖമിട്ട് ചിരിക്കും ദേശത്ത്.
എവിടാ എന്തോ ഈ മാം ഉണ്ടല്ലോ യാമി മാം ഏതോ ഓപ്പറ ഒക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ കണ്ടക്ടിങ് ഒരു ഭയങ്കര കണ്ടക്ടിങ് ആട്ടോ. ഇങ്ങനെ 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 ആ സംഗതിയൊക്കെ എങ്ങനെയാ പോ ആ അതെ അവിടുന്ന് സംഗതി ഇങ്ങനെ പൂത്തെളിഞ്ഞ്. എങ്ങനെയാ പിന്നെ എങ്ങനെയാ? അപ്പൊ ആദ്യം വിറക്കണോ? വിറച്ചു പോണം. വിറച്ചിട്ട് വിറച്ചിട്ട് പോണം അതെ മേലേക്ക്. എസ്പെഷ്യലി മലയാളം എന്നൊരു നാടുണ്ട് അവിടെ പാടുന്നത് ഇങ്ങനെ അവിടെയാണ് വിറച്ചു പോകുന്ന സ്ഥലം. എന്നൊരു നാടുണ്ട്. അങ്ങനെ കിളിക്കൂടിലുണ്ടായിരുന്നല്ലോ. കിളിക്കോട് പോലൊരു വീടുണ്ട്. വീടുണ്ട്. കൊച്ചു കിളിക്കോട് പോലൊരു വീടുണ്ട്. ഓ മോളെ പറന്നെത്താൻ ചിറകില്ലല്ലോ എങ്ങനെ പാടിയ ഇന്നലെ പറന്നെത്ത ചിറകില്ലല്ലോ. ഓ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പഠിച്ച്. അങ്ങക്ക് അറിഞ്ഞൂടെ? അങ്കിൾക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പഠിക്കാൻ പറ്റും. അല്ല മാമിന് ഇത്ര സിമ്പിൾ ആയിട്ട് ഇതൊക്കെ പാടാൻ പറ്റും? കാണാനൊക്കെ പറ്റും. മിനുട്ടി എന്തോ ഞാൻ വിചാരിച്ചു ഇംഗ്ലീഷിലാണ് ഭയങ്കര ഫ്ലുവൻസി. അല്ലല്ല മാം മലയാളത്തിൽ നന്ദി പാടും. കുറച്ചു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഞാൻ സ്കൂളിൽ അങ്ങനെയാ പറയാറുള്ളത്. ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഞാൻ ഇത് കഴിഞ്ഞ് പോകുമ്പോള് സീസൺ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സീസണൊന്നും എനിക്ക് പിന്നെ ഫ്ലവേഴ്സിൽ വരെ വേണ്ട. പിന്നെ എനിക്ക് എന്റെ സ്കൂളും പിന്നെ എന്റെ വീടും പിന്നെ എന്റെ പഠിക്കലും അതൊക്കെ മാത്രമേ ഉള്ളൂ. ഇനി സ്കൂള് വരൂല. അപ്പൊ ഇവിടെ വേറെ ഓ ഇവിടെ സീസൺ കഴിയാൻ പോവല്ലേ. ഇനി വേറെ പിള്ളേർ ഇവിടെ ചെയ്യാൻ പോവാ. ഇഷ്ടമല്ലേ യാമിക്കുട്ടിക്ക്? ഇഷ്ടമല്ലേ വരുന്നത്? ഇഷ്ടമാണ്. പക്ഷെ ഇവിടേക്ക് വേറെ പിള്ളേരെ ചെയ്തില്ലേ. വേറെ പിള്ളേർ വന്നാ നമ്മളൊക്കെ പോവും. സീസൺ കഴിഞ്ഞ് നമ്മളൊക്കെ പോവും. ഷോ പക്ഷെ യാമിക്കുട്ടിനെ ഇവിടെ നിർത്തിയാലോ? യാമിനെ ഇവിടെ നിർത്താം. യാമിക്കുട്ടി മാത്രം പുതിയ കുട്ടികളും അല്ലേ? അതെ അങ്ങനെയാണെങ്കിൽ നവനീതനെ വിടാൻ പറ്റൂല കേട്ടോ. അപ്പൊ നവനീത കുട്ടനെയും നമ്മുടെ യാമിക്കുട്ടിയെ ഇവിടെ നിർത്താം. മാത്രം നിർത്താം. മാത്രം ഓക്കെ ആണോ? ഓക്കെ. പക്ഷെ എന്റെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഹായ് ചേച്ചി. പിന്നെ എന്റെ അച്ഛമ്മയും ഇരിക്കുന്നുണ്ട്. നമസ്കാരം. ഷോ. മിനോട് എനിക്കൊരു സംശയമുണ്ടേ. ആ. ഇന്ന് നമ്മുടെ യാമിക്കുട്ടിയോടെ വേറൊരാളും കൂടെ ഉണ്ടോ? അതാരാ? ജലദോഷ് കുമാർ. ജലദോഷ് ഉണ്ട്. കുമാർ യാമിക്കുട്ടിയുടെ മിസ്റ്റർ കുമാർ ഉണ്ട് കൂടെ. അതാണ് എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. ശ്രീനിവാസനുണ്ട്, മിസ്റ്റർ കുമാറും ഉണ്ട്. രണ്ടുപേരും ഉണ്ട്. ശ്രീനിവാസൻ എങ്ങനെ വന്നേ? ബിബി ശ്രീനിവാസനങ്ങള്. ബിബി ശ്രീനിവാസ് ഇത് പാടിയ ആള്. ടി.ബി. ശ്രീനിവാസൻ സാറല്ലേ? ഓ അതുകൊണ്ട് അങ്ങനെ ശ്രീനിവാസൻ. പിന്നെ എനിക്ക് ഇപ്പൊ പറഞ്ഞ് കുമാറും ഉണ്ട്. കുമാറും ഉണ്ട്. രണ്ടുപേരും എനിക്ക് ഉണ്ട്. അപ്പൊ രണ്ട് കുമാർമാരും ഉണ്ട്. മദാമയുണ്ട്. ജലദോഷം എത്ര ദിവസമായി ജലദോഷം വന്നിട്ട്? കൊറേ ദിവസമായി. കൊറേ ദിവസം പോകുന്നില്ല. കുമാർ പോകുന്നില്ല. ഈ കുമാറിന്റെ കൂടെ 2-3 കിളിയും പറന്നു പോയെന്ന് എനിക്ക് ഡൗട്ട് കണക്ഷനാ സംസാരിക്കുന്നത്. എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു വശപ്പിശക്ക് ഫീൽ ചെയ്യുന്നില്ല. എവിടെയോ ഒരു ശരിയില്ലായ്മ ഉണ്ട് കേട്ടോ. അതെ. അല്ല യാമി മാം ഒറ്റയ്ക്കാണോ അപ്പൊ വേറെ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വന്നത് അതോ വിത്ത് ഫാമിലി ആണോ? ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കാണോ? അപ്പൊ ഇതൊക്കെ ആരാ? ഇവരൊക്കെ തന്നെ ഫാമിലി ആയിട്ട് വന്നതാ. ഞാൻ മാത്രം കാറിന് പുറത്ത് ഒറ്റയ്ക്ക് കൊടയൊക്കെ പിടിച്ചു വന്നതാ. മഴയായിരുന്നു. ഓ ഒറ്റയ്ക്ക് വഴി വെട്ടി ഇവരൊക്കെ മഴ നനയാതെ വൃത്തിയില് കാറിൽ പോയി. ഞാൻ മാത്രം കൂടെയൊക്കെ പിടിച്ച വഴി വൃത്തികെട്ട് വന്നു. ജലദോഷം വന്നേ. അപ്പൊ മാമിന്റെ പാട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. താങ്ക് യു. മാമലകൾക്ക് പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉണ്ണിക്കാറ്റിന് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്കാനുണ്ടോ? യാമിക്കുട്ടി നമ്മുടെ ഡാർലിംഗ് അല്ലേ? അതെ. യാമി മാഡം ആയിന്ന്. യാമിക്കുട്ടി എത്ര നേരം പ്രാക്ടീസ് ചെയ്യും വീട്ടില് പാട്ട്? ഞാൻ പാട്ടാ ആ ഒരു 12 പ്രാവശ്യം പാടും. 12 പ്രാവശ്യം പാടും. 12 ടൈംസ്. എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യാ? ഒന്ന് കാണിച്ചു തരൂ. ഇങ്ങനെ അയ്യോ അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ പാട്ട് ഇങ്ങനെ കേട്ട് കുത്തിയിരുന്നിട്ട്. നാളെ ഇങ്ങനെ ഇരുന്ന് ഓക്കെ. കർണാട്ടിക്ക ഒന്ന് പ്രാക്ടീസ് ചെയ്യോ? കർണാട്ടിക്ക ഒക്കെ കാണിക്കണോ? ഒന്ന് ഇരുന്നിട്ട് ഒന്ന് കാണിച്ചു തരൂ പ്രാക്ടീസ് ചെയ്യുന്ന. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടൊടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അപ്പൊ ഇത് 12 പ്രാവശ്യം അല്ലേ? ഇത് 12 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തു. അതെ. ഗുഡ്, വെരി ഗുഡ്. ഗംഭീരമായിരുന്നു കേട്ടോ പാടിയത്. താങ്ക് യു. അതിഗംഭീരമായി. വീടിന്റെ ഉമ്മറത്ത് വിളക്കും കൊളുത്തി എന്നെ സ്വരമൊക്കെ തിരിക്കുന്ന പെണ്ണുണ്ട്.
കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്. അല്ല മോനെ, കഴിഞ്ഞ ദിവസം എനിക്ക് ഗിറ്റാർ തരാൻ പറഞ്ഞിട്ടേക്ക് തന്നില്ലല്ലോ, പറ്റിച്ചോ? യാമിക്കുട്ടി പറഞ്ഞതല്ലേ, അപ്പൊ തരാതിരിക്കാൻ പറ്റുമോ? കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ടുണ്ടോ? ശരിക്കും എവിടെയാ? ചേട്ടാ അടിപൊളി. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. Thank you, മോനെ. യാമിക്കുട്ടി ഗിറ്റാർ കിട്ടിയില്ലേ? നീ മധുരമഴ വേണോ? ആ, വേണം. അതെന്തിനാ? ഒരു ഗിഫ്റ്റ് പോരെ? ഒരു അങ്കിൾ അവിടെ നിന്ന് പറഞ്ഞു മധുരമഴ പെയ്യുമ്പോൾ എനിക്കൊരു പിടിച്ചോണ്ട് പോകുമ്പോ എനിക്കൊരു 2 മിഠായി തന്നിട്ട് പോണേ. പോരട്ടെ, ഒരു മധുരമഴ നമ്മുടെ യാമിക്കുട്ടിക്ക്. ഏത് അങ്കിളാ മിഠായി വേണമെന്ന് പറഞ്ഞേ? എവിടെ ഇരിക്കുന്ന അങ്കിളാ? യാമിക്കുട്ടി, യാമിക്കുട്ടി, യാമിക്കുട്ടി. അയ്യോ ഇതെന്താ ഇത്? അയ്യോ വീരുട്ടി, ഒരു കാര്യം മറന്നുപോയി. എന്താ? ഇതാരൊക്കെയാ വന്നതെന്ന് മനസ്സിലായോ? ആരൊക്കെ? യാമി നേരത്തെ പരിചയപ്പെടുത്തിയില്ലേ? കൊച്ചച്ഛനോ മറ്റോ അങ്ങനെയല്ലേ പറഞ്ഞേ? അയ്യോ അല്ല, ഇതാണ് നമ്മുടെ ഊട്ടിയിലെ പ്രധാനമന്ത്രി. സാറേ നമസ്കാരം. അതാരാ? ഇത് നമ്മുടെ വയനാട്ടിലെ മുഖ്യമന്ത്രിയല്ലേ? മേഡം നമസ്കാരം. അപ്പൊ ഒരാളും കൂടി ഉണ്ടല്ലോ, അത് നമ്മുടെ ഭക്ഷണ മന്ത്രി. മേഡം നമസ്കാരം. എന്തോ പ്രശ്നമുണ്ടോ? കഴിഞ്ഞ ദിവസം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊക്കെ അവളുടെ പെരുന്നാളിന് പോയി. ഇതെന്താ വട്ടായോ? ഞാൻ കാര്യമായിട്ട് പറയുന്നല്ലേ. ആണോ? വട്ടം എന്ന് വെച്ചാൽ എന്താ? പിടിക്കാവളെ. അല്ലയോ? ആ. ഇന്നോ? ഇന്ന്. ചൊവ്വാഴ്ച? അല്ല. വെള്ളിയാഴ്ച ഇന്ന് ആവട്ടെ. പിടിക്കും. വെള്ളിയാഴ്ച ഇങ്ങടെ ആവട്ടെ. ഒരു ഷോക്ക് അടിക്കാൻ നേരം ഇറങ്ങി ഓടിയതാ. അഞ്ചങ്കിള്, ചേച്ചി, ഉണ്ണിപ്പൂച്ച ചാച്ച. അടുത്ത വെള്ളിയാഴ്ച കൊണ്ടുവരാം. എന്തോ? നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഒരു അവസാനത്തെ ഒരു യാത്രയിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവർക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ ഇപ്പൊ ജെനിലിയെ പറ്റി പറഞ്ഞ പോലെ യെസ്. അത് ലീപ്സ് ആൻഡ് ബൗൺസിലാണ് അവർ ഇമ്പ്രൂവ്